നമസ്കാരം, എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ പറഞ്ഞിരുന്നില്ലേ, പേഴ്സിൽ നമ്മുടെ കാശ് കുറയാതിരിക്കാനുള്ള ഒരു റെമഡി ഞാൻ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ വെക്കുന്ന ഒരു കറൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ കറൻസിയിൽ എന്താ ചെയ്യേണ്ടത്, എന്താ വരയ്ക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ആ കറൻസിയിൽ വരയ്ക്കുന്ന ഒരു സിമ്പിളാണ്. മണി റേക്കിയിലൊക്കെയുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സിമ്പിളാണ്. ഈ സിമ്പിൾ നമ്മൾ ലൈഫിൻ്റെ ഭാഗമാക്കി യൂസ് ചെയ്യുവാണെങ്കിൽ, ഞാനിപ്പോൾ കറൻസിയിൽ അതൊന്ന് വരച്ച് വെക്കുമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കതൊരു പേപ്പറിൽ വരച്ച് വയ്ക്കാം. ഈവൻ നിങ്ങളുടെ ബോഡി പാർട്ടിൽ, നിങ്ങളുടെ കൈപ്പത്തിയിൽ വരച്ച് വയ്ക്കാം, നിങ്ങളുടെ ഡ്രസ്സിൽ വരയ്ക്കാം. അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ യൂസ് ചെയ്യാം. അത് അത്രമേൽ സക്സസ് തരുന്ന, അതായത് പ്രോസ്പെറിറ്റി, സക്സസ്, ജോബ്, പിന്നെ അതുപോലെ എന്താ പറയുക, ഗുഡ് ഹെൽത്ത്. അതൊരു വലിയ കാര്യമല്ലേ. ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും. അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. അതൊരു സിമ്പിളാണ്. അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു മാജിക്ക്. പിന്നെ ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും ആ സിമ്പിൾ വരച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അല്ല, ആ സിമ്പിളിനോട് പ്രാർത്ഥിക്കും. ആ സിമ്പിൾ യൂസ് ചെയ്യുന്നതിലൂടെ എനിക്ക് എല്ലാവിധ മംഗളകരമായ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഉണ്ടാവണം, ഹാപ്പി ആയിട്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകണം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു പവർ എനിക്ക് വേണം എന്നൊക്കെ നമുക്ക് പ്രപഞ്ചത്തോടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടും പറയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിനെല്ലാം വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര പവറാട്ടോ. അത് ഞാൻ വീണ്ടും പറയുന്നത് എന്താ അറിയാമോ, മണി റേക്കിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. ഓക്കെ, നമ്മളിലേക്ക് പൈസ, നമ്മളിലേക്ക് ധനം, നമ്മളിലേക്ക് പണം എങ്ങനെ ഇരച്ചു വരാനുള്ള, അതായത് നമ്മൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് താഴേക്ക് പോവാതെ എന്താ പറയുക, ഒരു ന്യൂട്രലിൽ കിടന്ന് നമുക്ക് ജീവിക്കാനൊക്കെയുള്ള കാശ്, പണം നമ്മളിലേക്ക് എത്താനുള്ളതെല്ലാം മണിയിറക്കി നമുക്ക് തരും. പണം എന്നുള്ളതൊരു വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്തിനു വേണമെങ്കിലും നമുക്ക് പണം വേണം അല്ലേ. നമ്മുടെ മനസ്സമാധാനം എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണെങ്കിലും നമുക്ക് ബാധ്യതകളുണ്ടെങ്കിൽ, നമുക്ക് അത്യാവശ്യത്തിന് പണം ചിലവാക്കാനില്ലെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് സങ്കടമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിലേക്ക് ധനം വരാനുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ട്രൈ ചെയ്യണം. മണി റേക്കിയിൽ കുറേ കോഡ്സ്, സ്വിച്ച് വേർഡ്സ്, സിമ്പിൾസ് എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളിലേക്ക് പ്രോസ്പെറിറ്റി, ഐശ്വര്യം എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക എന്നൊക്കെ ഉള്ള ഒരുപാട് സിമ്പിൾ ടിപ്സൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വരും. അതൊന്നും ആരും മിസ് ചെയ്യരുത് കേട്ടോ. എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചിരിക്കണം. കാരണം വെച്ചാൽ അത്ര സിമ്പിളായിട്ടാണ് ഇത്ര സിമ്പിളാണോ, അല്ലെങ്കിൽ ഈ കാര്യത്തിന് ഇങ്ങനെ ഒരു വശം ഉണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ ഇനി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ ആ സിമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ. ഇനി ആ മാജിക്കൽ സിമ്പിൾ കാണിച്ചു തരട്ടെ. ഇതാണ് ആ മാജിക്കൽ സിമ്പിൾ. എൻ്റെ പേര് ഫെഹു എന്നാണ്. ഫെഹു ഇസ് എ സിമ്പിൾ ഓഫ് പ്രോസ്പെറിറ്റി, സക്സസ്, ഗുഡ് ഹെൽത്ത് ആൻഡ് എന്താ പറയുക, വെൽത്ത്. ഇതിൻ്റെയൊക്കെ സിമ്പിളാണ് ഫെഹു. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കറൻസിയിൽ എഴുതാം, പേപ്പറിൽ എഴുതാം, ഞാൻ പറഞ്ഞില്ലേ ബോഡി പാർട്ടിൽ എഴുതാം, എവിടെ എഴുതാം. അതിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരിക്കണം, ധനം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. അതായത് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അച്ഛന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് റേറ്റ് നോക്കാതെ വളരെ സമാധാനത്തോടെ ഒരു സാധനം വാങ്ങിക്കൊടുക്കണം, ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കണം. അല്ലെങ്കിൽ അവരോടൊരു യാത്ര പോകുമ്പോൾ ആ കാശ് തികയുമോ എന്നൊരു ടെൻഷനോടെ എനിക്ക് പോകാതിരിക്കും, വളരെ ഫ്രീ ആയിട്ട് എനിക്ക് പോകാൻ പറ്റണം എന്നൊക്കെ ഉള്ളത് ഒരു സാധാരണ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതൊക്കെ സാധിക്കണമെങ്കിൽ നമുക്ക് ധനം വരികയും വരുന്ന ധനം കുറച്ചെങ്കിലും സേവ് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ മണി റേക്കിയിൽ അതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. കാരണം മണി റേക്കി എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ സയൻസ് ആണ്. കാരണം വെച്ചാൽ അത്രമാത്രം പവറുണ്ട് അതിന്. ആ സിമ്പിൾ ഞാൻ പറയുന്ന രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് സക്സസ് കിട്ടിയിരിക്കും. അത്രയും നല്ല, അത്രയും പവറുള്ള, എന്താ പറയുക, ചാർജ് ലോഡ് ചെയ്തിട്ടുള്ള സിമ്പിളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കൂടുതൽ ധനമാണ്, ധനം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം വന്നോളും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഞാനത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇനി എന്താണെന്ന് കാണിച്ചു തരട്ടെ, കണ്ടോളൂ. ഓക്കെ, അപ്പം നമുക്കിനി
ഇത് എങ്ങനെയാണ് കറൻസിയിൽ ഈ സിമ്പിൾ എഴുതാൻ നോക്കാം. ഈ സിമ്പിളിനെ പറ്റി ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ. മണി റേക്കിൽ കുറേ സിമ്പിൾസും കോഡ്സും എല്ലാം നമ്മളിലേക്ക് പണം ആകർഷിക്കാൻ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഏതൊക്കെ രീതി ഉപയോഗിച്ചാലാണ് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് കേട്ടോ. കാരണം ചിലർക്ക് സിമ്പിൾസ് വർക്ക് ചെയ്യും, ചിലർക്ക് കോഡ്സ് വർക്ക് ചെയ്യും. അതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 100 രൂപയുടെ നോട്ടാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ഒരു 500 നോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സംശയം 500 മാത്രമാണോ ചെയ്യാൻ പറ്റണേ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഇപ്പം ഇതിപ്പോൾ കുറച്ച് നാൾ ചിലവാക്കാതെ വെക്കണം എന്ന് ഞാൻ പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 10 രൂപയാണെന്ന് വെച്ചാൽ 10 രൂപ, 20, 50, 100, 200 എത്ര വേണമെങ്കിലും നിങ്ങൾക്കിത് ട്രൈ ചെയ്തൊന്ന് എന്താ പറയുക, ഒന്ന് പരീക്ഷിച്ചൊക്കെ വെക്കാം. കുറച്ച് നാൾ ചിലവാക്കാതെ വെച്ച് നോക്കുക പേഴ്സിൽ. ഇനി ചിലവായി പോയാലും പേടിക്കേണ്ട കാര്യമില്ല, ഒന്നും കൂടി അത് എഴുതി വെക്കണം വേറെ നോട്ടിൽ. പെട്ടെന്ന് ചിലവാക്കരുത്, ഇന്ന് എഴുതി നാളെ ചിലവാക്കരുതെന്ന് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരു ഗ്രീൻ പെൻ വേണം. ഗ്രീൻ എന്ന് വെച്ചാൽ ഗ്രോത്ത്, ഗ്രീൻ കളർ ഫോർ ഗ്രോത്ത്. അപ്പോൾ കളർ തെറാപ്പീനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വരും കേട്ടോ. നിങ്ങളെല്ലാവരും അത് മിസ് ചെയ്തൊക്കെ കണ്ടോളണം. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളിലേക്ക് പ്രോസ്പെറിറ്റി വരുന്ന, സക്സസ് വരുന്ന, നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കളേഴ്സിനെ, ഈവൻ എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ ചുറ്റും നിൽക്കുന്ന ചില ചെടികൾ വരെ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് തരാൻ സാധിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്പൈസസ്, നമ്മുടെ അടുക്കളയിലുള്ള സ്പൈസസ്, അതിൻ്റെയൊക്കെ വീഡിയോസ് ഇനി വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയും വേണം. മിസ് ചെയ്യാതെ കാണുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന, ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തിന് ഭാഗമാക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനെന്താ സിമ്പിൾ വരയ്ക്കുകയാണ് കേട്ടോ. അതായത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഞാൻ ആ പിക്ചർ കാണിച്ചിട്ടുള്ള മുകളിലേക്ക് ഗ്രീൻ പെൻ വെച്ച് ആദ്യം മുകളിലേക്ക് ഒരെണ്ണം വരയ്ക്കുക, അതിനുശേഷം സൈഡിലേക്ക് 2 എന്നിട്ടൊന്ന് ഡാർക്കൺ ചെയ്തോളൂ. ഗ്രീൻ പെൻ തന്നെ യൂസ് ചെയ്യുന്നേ. കണ്ടോ, ഇതാണ് ഫെഹു സിമ്പിൾ. ഇനി ഇത് ചാർജ് ചെയ്യണം എങ്ങനെയാണ്? നമ്മൾ ഈ സിമ്പിൾ വരച്ചു. ഇത് വരച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിൽ ഈ നോട്ട് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളിലേക്ക് ധനം വരണം. നമുക്ക് ധനമില്ലാണ്ട്, ഒരിക്കൽ പോലും ധനം ഇല്ലാണ്ടിരിക്കുക. എൻ്റെ പേഴ്സ് ഒഴിയരുത്. ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് പ്രോസ്പെറിറ്റി ഉണ്ടാവണം. ഏറ്റവും നല്ല രീതിയിൽ എന്നിലേക്ക് ധനം വരണം എന്നൊക്കെ ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഏത് മതത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ മതത്തിലെ ദൈവത്തിനെ വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അത് എല്ലാം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ ഇത് ചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് സിനമൻ്റെ പൊടിയാണ്, അതായത് കറുവാപ്പട്ടയുടെ പൊടി. ഞാനിതാ യൂസ് ചെയ്യുന്നത്. ഇതൊരു കുപ്പി മേടിച്ച് വെച്ചോളൂ കേട്ടോ. നമ്മുടെ വീഡിയോസിൽ ഇത് ഒരുപാട് നിങ്ങൾക്ക് മണി അട്രാക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ, ഒരുപാട് റിച്വൽസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ടൊരു കുപ്പി മേടിച്ച് വെച്ചോളൂ. എല്ലാ മാർജിൻ ഫ്രീ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതിൽ കുറച്ച് പൊടി എടുക്കുക. കുറച്ച് പൊടി നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് ഇതിലിങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും കണ്ടോ. നമുക്ക് കൊട്ടിയിടാനൊക്കെ പറ്റും. ഫുള്ളായിട്ട് താഴെ വീണ് പോകുമൊന്നുമില്ല. നമ്മളത് എടുത്തിട്ട് ഈ പൊടി ഈ ഫെഹു സിമ്പിളിൻ്റെ പുറത്തിടുക. നന്നായിട്ട് ഇട്ടേക്കുക. എന്നിട്ട് ഇത് മൊത്തം ഇട്ടോളൂ. കുറച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഇട്ടോളൂ. എന്നിട്ട് ഈ ഫെഹു സിമ്പിളിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആ ഫെഹു സിമ്പിൾ നമ്മൾ കൈ വെച്ചിട്ട് വരയ്ക്കുക. നമ്മളിപ്പോൾ വരച്ച ഫെഹു സിമ്പിൾ ഈ സിനമൻ്റെ പൊടി വെച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഈ കറൻസി എന്ത് ചെയ്യണം? നന്നായിട്ട് മടക്കി എവിടെയാണോ നമ്മുടെ പേഴ്സിലൊരു സീക്രട്ട് പ്ലേസ് ഉണ്ടാവുമല്ലോ അതിലേക്ക് വെച്ചേക്കുക. ഇത്രേ ഉള്ളൂ കാര്യം. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, മണി റേക്കിൽ നമ്മളിലേക്ക് ക്യാഷ് അട്രാക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. എന്നാൽ പോലും നിങ്ങളിത് ചെയ്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പൈസ ഒഴിയാതിരിക്കും. കുറച്ച് നാൾ മുമ്പ് ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സിമ്പിൾ വെച്ചിട്ട് കൊള്ളാം കേട്ടോ. പേഴ്സിൽ പണമുണ്ട്, അല്ലെങ്കിൽ അധികം എക്സ്പെൻസ് ചെയ്താലും നമ്മുടെ കയ്യിൽ പണമുണ്ട് കേട്ടോ എന്ന് 2-3 പേര് എന്നോട് പറഞ്ഞു. അപ്പോൾ ഐ ആം വെരി ഹാപ്പി. കാരണം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചിലവർക്ക് അത് വർക്ക് ചെയ്യണം എന്നില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഒരുപാട് ടിപ്പുകൾ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി വരും എന്നതിൽ സംശയമില്ല. മണി റേക്കി ഈസ് വെരി മച്ച് പവർഫുൾ ആണ്. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് പണം വരും എന്നുള്ളതിൽ സംശയമില്ല. നിങ്ങളിലേക്ക് പണം ഒഴിയില്ല. നമ്മൾ വളരെയധികം ദാരിദ്ര്യമായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾക്ക് ധനം തരാൻ ഒരാൾ മണി റേക്കിയിലൂടെ നമുക്ക് സഹായം എത്തിക്കാൻ മണി റേക്കിക്ക്
സാധിക്കും. അത്രയും കോഡ്സും സ്വിച്ച് വേർഡ്സും റിച്വൽസും എല്ലാം ഉപായങ്ങളും പരിഹാരങ്ങളും ഒക്കെ മണിയറേക്കിലുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ. ഈ സിമ്പിളും പാർട്ട് 1 വീഡിയോയിൽ തന്നിരിക്കുന്ന കാര്യമെല്ലാം ചെയ്ത് പേഴ്സിൽ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.